cutie girls, once again welcome back to Glummy Girl Anitra. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ഹെയർ സെറം അല്ലെങ്കിൽ ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണ്. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആര്യവേപ്പാണ്. ഇതിൻ്റെ ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫിനെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് കൂട്ടുന്ന ഒന്നാണ് ഈ ആര്യവേപ്പിൻ്റെ ഇലയെന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം ആര്യവേപ്പിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്. പണ്ട് മുതൽക്കേ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് മുഖത്തുള്ള കുരുക്കൾ വരുന്നതും ദേഹത്തുണ്ടാകുന്ന ചൊറിച്ചിലിനൊക്കെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് തുളസിയാണ്. എനിക്കിവിടെ കിട്ടിയിട്ടുള്ള തുളസി ഇതാണ്. ഈ ഒരു ഗൾഫ് കൺട്രിയിൽ കിട്ടുന്ന ഇത്തരം തുളസിയാണ്. ഭയങ്കര ഒരു ഡിഫറൻസ് ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തുളസി പോലെയല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ പൂവിനായാലും ഇലയ്ക്കായാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നല്ല മണവുമാണ് ഈ ഒരു തുളസിക്ക്. ഇത് നമ്മൾ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെയൊക്കെ ഇൻക്രീസ് ചെയ്യുകയും ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ ആ ഒരു ഗ്രോത്തിനെ നന്നായിട്ട് കുറയ്ക്കുന്ന ഒന്നാണ്. അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രാമ്പൂ ആണ്. ഞാനൊരു 10 ഗ്രാമ്പൂകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഗ്രാമ്പൂ എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ സ്കാൽപ്പിൽ ഒരുപാട് ഹെയർ ഫോളിക്കിൾസ് ആക്റ്റീവ് അല്ലാതെ കിടപ്പുണ്ട്. അതിനെ ആക്ടിവിറ്റി കൂട്ടി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യാൻ ഈ ഗ്രാമ്പൂ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആര്യവേപ്പിലയും തുളസിയും ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ഒരു പിടിയോളം ഉണ്ട് ഈ സംഭവം. കഴുകി വൃത്തിയാക്കി ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ്. ആ ഒരു വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ അതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതുപോലൊരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചായപാത്രമാണ്. ആ ഒരു പാത്രം എടുത്തതിന് ശേഷം ഈ ഒരു കൂട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം അതിൽ 1.5 കപ്പ് വെള്ളം, ഞാൻ ഈ കാണിക്കുന്ന ഗ്ലാസിൻ്റെ അളവിൽ 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിത് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇത് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ 1 ഗ്ലാസ് വെള്ളമായിട്ടാണ് വറ്റിച്ചെടുക്കുന്നത്. അതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്രീൻ ടീ ബാഗ് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. സംഭവം ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് ഞാനിവിടെ അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്ത സൊല്യൂഷനാണിത്. ഇതൊരു 3/4 ഗ്ലാസോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനോടൊപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ആലോവേര ജെല്ലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ആലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ പ്യുവർ ആയിട്ടുള്ള ഗ്ലിസറിൻ ഓയിലും വൈറ്റമിൻ ഓയിലുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഡാൻഡ്രഫിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയും ഹെയർ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്ത് ഫ്രിസിനെസ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഓരോന്നും ഇവിടെ മെഷർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് ഓരോന്നും ആഡ് ചെയ്ത് കൊടുക്കാം. ആലോവേര ജെല്ല് ഞാനിവിടെ 2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഗ്ലിസറിൻ ഞാൻ 1 ടീസ്പൂണാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ വൈറ്റമിൻ ഓയിലും ഞാൻ 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഹെയർ സെറം അവിടെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ഞാനിത് പകർന്നൊഴിക്കുകയാണ്. കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പ്രേ ബോട്ടിലാണ്. എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബോട്ടിലേക്ക് പകർന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. ഡിസോൾവ് ആവാത്ത പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോൾ യൂസ് ചെയ്യാൻ എടുത്താലും നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുത്തതിന് ശേഷം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഹെയർ സെറത്തിൻ്റെ ഫൈനൽ ഇതാണ്. നമ്മുടെ ഹെയർ സെറം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം.
അപ്പോൾ ഹെയർ സെറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഹെയർ സെറം ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ സെറമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കുളിക്കുന്നതിന് തൊട്ട് മുമ്പേ ആണെങ്കിൽ നിങ്ങൾക്കിത് സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് വെറ്റാവുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം, മുടിയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ജെൻറ്റിൽ മസാജ് കൊടുത്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയാവുന്നതാണ്. നമ്മൾ ഷാമ്പു ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് ഹെർബൽ കണ്ടീഷനിലുള്ളൊരു സെറം ആയതുകൊണ്ട് നിങ്ങൾ ഷാമ്പു ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്കാൽപ്പിൽ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് അത് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷാമ്പു ചെയ്ത് കളഞ്ഞാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലൊരു ഡ്രോപ്പർ യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് കൈവെള്ളയിൽ ഇങ്ങനെ ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹെയറിൽ തന്നെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് വിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാനിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഒരുപാട് അങ്ങ് വെറ്റാക്കണ്ട. വെറ്റാക്കിയതിന് ശേഷം ഉറങ്ങിയാൽ ചിലർക്ക് നീർവീഴ്ച അല്ലെങ്കിൽ നീർക്കെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഡ്രോപ്സ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് വിട്ടാൽ മതി. ഹെയറിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സ്കാൽപ്പിലാണ് നമ്മുടെ ഡാൻഡ്രഫിൻ്റെ എഫക്റ്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള ഒരു സെറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണെങ്കിൽ 15 മിനിറ്റ് മുന്നേ ഈ ഒരു സെറം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് വെറ്റാകുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 15 മിനിറ്റിന് ശേഷം ഷാമ്പു യൂസ് ചെയ്യാതെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സെറം ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിക്കാവുന്നതാണ്. 7 to 14 ഡേയ്സ് വരെ എടുത്തു വെച്ചത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം.